നമുക്കിന്ന് പുതിയ ചാപ്റ്ററാണ് നമുക്കിന്ന് പഠിക്കാൻ. കഴിഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും നല്ലോണം അത് പഠിച്ചു. സാറ് നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് അത് നോട്ടൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എല്ലാവരും ഏറെക്കുറെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അത് നല്ലവണ്ണം തന്നെ പഠിക്കുക. ഹോംവർക്ക് എല്ലാം നല്ലവണ്ണം ചെയ്യുക. നോട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ച് നോക്കണം. എല്ലാ ഐഡന്റിറ്റീസും പ്രോപ്പർട്ടീസും നല്ലവണ്ണം നോക്കി പഠിക്കുക. അപ്പൊ നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. 5th ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പൊ അതിൽ നമുക്ക് ആദ്യം കണ്ടിന്യൂറ്റി, ഈ ചാപ്റ്ററിനെ കുറിച്ച് നമുക്കൊന്ന് അല്പം ഒന്ന് പറയുമ്പോൾ, കഴിഞ്ഞ വർഷം നമ്മള് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ പഠിച്ചു. ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ ചാപ്റ്ററിന് അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോ അവിടെ ലിമിറ്റ്സ് എന്ന് പഠിച്ചു. ലിമിറ്റ്സിന്റെ ബാക്കി ആണ് ഏത് വരുന്നത്? കണ്ടിന്യൂറ്റി. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് പഠിച്ചതിന്റെ ബാക്കിയാണ് ഏതെന്ന് പറയുന്നത് ഡിഫറൻഷ്യബിലിറ്റി. നമുക്ക് രണ്ടായിട്ട് തന്നെ പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം പഠിച്ചത് അറിയാമെങ്കിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റും. ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് 5 ചാപ്റ്ററാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു വരുന്ന 5 ചാപ്റ്ററാണ്. ഈ 5 ചാപ്റ്ററിന് ഏകദേശം 60% മാർക്കും ഈ 5 ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ലോണം പഠിച്ചേ പറ്റുള്ളൂ. ഈ ചാപ്റ്റർ പഠിച്ചെങ്കിൽ മാത്രമേ തൊട്ടടുത്ത ചാപ്റ്ററായ ഡിഫറൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് പഠിക്കാൻ പറ്റുള്ളൂ. ഇതറിയാമെങ്കിൽ മാത്രമേ അത് കഴിഞ്ഞ് വരുന്ന ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇന്റഗ്രേഷൻ പഠിച്ചാൽ മാത്രമേ ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതും ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും കൂടെ അറിയാമെങ്കിൽ മാത്രമേ ഡിഫറൻഷിയേഷൻ എന്ന ചാപ്റ്ററും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് ഇത് നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പഠിക്കാനായിട്ട് പോകണം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റിയാണ്. കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ലിമിറ്റ്സ് പഠിച്ചു. ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ ലിമിറ്റ്സിന്റെ ബാക്കിയാണ്. അപ്പൊ നമുക്ക് അതിലോട്ട് വരാം. അതിനു മുമ്പ് എന്താണ് ഈ കണ്ടിന്യൂറ്റി? ആ വാക്കിൽ തന്നെ നമുക്കുണ്ട് കണ്ടിന്യൂറ്റി. എന്താണ് കണ്ടിന്യൂസ്. അപ്പൊ അതിനൊരു ബ്രേക്ക് വരാതെ ഇങ്ങനെ പോയി പോകും. അതാണ് എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ്. നമ്മൾ കഴിഞ്ഞ വർഷം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ചാപ്റ്റർ പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ. 2nd ചാപ്റ്റർ പഠിച്ചു. അതിൽ നമ്മൾ കുറെ ഫംഗ്ഷന്റെ ഗ്രാഫ് ഒക്കെ പഠിച്ചു. ഓർമ്മ ഉണ്ടാവുമല്ലോ. അതിൽ ഒരെണ്ണം ഞാൻ എടുക്കണം. നമ്മൾ ആദ്യം പഠിച്ച ഒരു ഗ്രാഫാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഓർമ്മ ഉണ്ടാവുമല്ലോ. ഐഡന്റിറ്റി ഫംഗ്ഷൻ അതേതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഏതാ? എക്സ് എന്നാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതിന്റെ ഡൊമൈനും റേഞ്ചും എല്ലാം നമ്മൾ പഠിച്ചു. ഓർമ്മ ഉണ്ടാവുമല്ലോ. എക്സിന് കൊടുക്കുന്ന വാല്യൂ ഡൊമൈൻ, കിട്ടുന്ന വാല്യൂ എന്താണ്? റേഞ്ച് ആണ്. ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒയ് അല്ലേ? y ഈക്വൽ ടു എക്സ് ആണ്. ഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിട്ട് വരുന്ന ഫംഗ്ഷനാണ് നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ എക്സിന് കൊടുക്കുന്ന ഡൊമൈൻ ആണ്. അപ്പൊ റിയൽ നമ്പർ എല്ലാ വാല്യൂയും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോ റിയൽ നമ്പർ ആണ് ഡൊമൈൻ. ആ കൊടുക്കുന്നത് അതുപോലെ കിട്ടുന്നതുകൊണ്ട് ഏതാണ്? റേഞ്ചും റിയൽ നമ്പർ ആണ്. അങ്ങനെ നമ്മൾ ഇതിന്റെ ഗ്രാഫും വരച്ചു. ഓർമ്മ ഉണ്ടാവുമല്ലോ. ആ ഗ്രാഫും ഞാൻ വരയ്ക്കാണ്. ഒന്ന് ശ്രദ്ധിച്ചു. 0 കൊടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ട്. 1 കൊടുക്കുമ്പോൾ 1 കിട്ടുന്നുണ്ട്. 2 കൊടുക്കുമ്പോൾ 2 കിട്ടുന്നുണ്ട്. 3 കൊടുക്കുമ്പോൾ 3, അങ്ങനെ എക്സെട്രാ. ഓക്കെ. -1 -1 -2 -2 -3 -3 ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇതല്ലേ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതായ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച ഇതിലും നോക്കട്ടെ. ഈ ഗ്രാഫിൽ എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ? നമുക്കിത് പറയുന്നത് കണ്ടിന്യൂസ്. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തു, ഒരു ലൈൻ തന്നെ വരയ്ക്കുമ്പോൾ, നമ്മളൊരു കർവ് വരയ്ക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ പേന എടുത്തു തുടങ്ങി. ഇത് പേന നമ്മൾ മാറ്റാതെ തന്നെ അതിന്റെ എൻഡ് വരെയും നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ്. മനസ്സിലാവുമല്ലോ. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതേപോലെയാണ് ഇവിടെ ഈ ഗ്രാഫ് നോക്ക്. ഇതിൽ എവിടെയെങ്കിലും നമ്മളിവിടെ തുടങ്ങി അങ്ങ് പൊക്കോണ്ടിരിക്കുകയല്ലേ? എവിടെയെങ്കിലും ബ്രേക്ക് വരുന്നുണ്ട്? ഇല്ല. അപ്പൊ ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച വേറൊരു ഫംഗ്ഷൻ ആണ് മോഡുലസ് ഫംഗ്ഷൻ എന്ന് പഠിച്ചു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഈ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഏത് ഷേപ്പിൽ ഇരിക്കുമെന്ന് പഠിച്ചു? വി ഷേപ്പിൽ ഇരിക്കുമെന്ന് പഠിച്ചു അല്ലെ? അപ്പൊ ഇവിടെ മോഡ് എക്സ് ആയതുകൊണ്ട് എന്താണ്? ഇതാണ് ഇതിന്റെ ഇതെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയല്ലേ? ഇവിടെ നിന്ന് വന്നു നെഗറ്റീവ് നിന്ന് നേരെ എങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ബ്രേക്ക് വരുന്നില്ല. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇനി നമുക്ക് മറ്റൊരെണ്ണം കൂടി നോക്കാം. വേറൊരു ഫംഗ്ഷൻ പഠിച്ചു, സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. ഓർമ്മ ഉണ്ടാവുമല്ലോ. അതേതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് എന്ന് പഠിച്ചു അല്ലെ? അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറൊരെണ്ണം പഠിച്ചു, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ പഠിച്ചു.
അപ്പോ നമുക്ക് അത് നോക്കാം. എന്നാ ഏതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ നോക്കാം. അപ്പൊ എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇതിനെ വായിക്കുന്നത് എന്താണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ്. ഇതിന്റെ ഗ്രാഫ് നമ്മൾ എന്താ വിളിച്ചത്? ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്താ വിളിച്ചത്? എന്ത് പഠിച്ചു? നമ്മൾ ഇങ്ങനെ പഠിച്ചു അല്ലെ. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ച ഗ്രാഫ് എന്ന് പറയുന്നത്? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഇതിന്റെ ഗ്രാഫ് നോക്കെ നമ്മൾ കണ്ടിന്യൂസ് ആണ് വരയ്ക്കുന്നത്. ഇവിടെ നിന്ന് ഇതുവരെ വരച്ചു, അടുത്ത് ഇവിടെ തന്നെ പേന നമ്മൾ മാറ്റിയില്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെ വരച്ചു, അടുത്ത് വീണ്ടും ഇതുമായിട്ട് ഒരു റിലേഷൻ ഇല്ല. ഇവിടെ ഒരു എന്താണ് കട്ടായി കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെ അടുത്ത് വീണ്ടും ഇവിടെ നിന്ന് കട്ടായിട്ടാണ് ഇത്രയും വന്നിരിക്കുന്നത്. അവിടെ നിന്ന് കട്ടായിട്ട് ഇത്രയും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ഏതാണ്? ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ രണ്ട് ഗ്രാഫിൽ നമുക്ക് പറയാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഇത് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഞാനൊന്ന് പറഞ്ഞെന്നുള്ളത് നമുക്ക് ഇനി ഇതിന്റേതായ തിയറി ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊന്നും മനസ്സിലാവുമല്ലോ. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എങ്ങനെയുള്ളതാണ്? കണ്ടിന്യൂസ്. അപ്പൊ വാക്കിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ബ്രേക്ക് വരാത്ത രീതി. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആണ്, ഇത് കണ്ടിന്യൂസ് ആണ്. ഇതാണെങ്കിൽ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ശരി. അപ്പോൾ ഇന്ന് ഇതിന്റെ തിയറി എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂറ്റി എന്താണെന്ന് ഗ്രാഫിക്കലായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗ്രാഫിലൂടെ ഇങ്ങനെ മനസ്സിലാക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഒരു തിയറി എന്നാണ് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കുകയാണ്. ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അത് എക്സ് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്, ഡൊമൈൻ റിയൽ നമ്പർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷനിലെ ഡൊമൈനിലെ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ സി എന്നെടുത്തു, ഒരു കോൺസ്റ്റന്റ് എന്നുള്ള സി എന്നെടുത്തു. ഈ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റില് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണം ഇതിൽ എന്തായിരിക്കണം കണ്ടീഷൻ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനിലെ ഡൊമൈനിൽ ഒരു പോയിന്റ് ആയി സി, ആ പോയിന്റിലോട്ട് നമ്മൾ വരുമ്പോൾ എപ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത് വെച്ചാൽ ലിമിറ്റ് എക്സിസ്റ്റ് ആവണം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് അല്ലെ, ഇത് എക്സിസ്റ്റ് ആകണം. അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ആവുകയും അത് ഏതിന് ഈക്വൽ ആകുകയും വേണം? ദി വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്തായിരിക്കും വേണം? ഈക്വൽ ആകുകയും വേണം. ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദി എന്താണ് പോയിന്റ്, പർട്ടിക്കുലർ പോയിന്റിൽ എന്തായിരിക്കും വേണം? അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും വേണം? ലിമിറ്റ് എക്സിസ്റ്റ് ആകുന്നതിന് ഈക്വൽ ആവുകയും വേണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോ ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ്, then let c be any point in the domain of f. If the function f of x is continuous at the point c, then എന്താണ്? ലിമിറ്റ് x tends to c f of x equal to f of c. അതായത് ഈ ഫംഗ്ഷനിൽ ഈ c എന്ന് പറയുന്ന പോയിന്റില് ലിമിറ്റ് എക്സിസ്റ്റ് ആവുകയും വേണം, അത് ഏതിന് ഈക്വൽ ആവുകയും വേണം? ഈ പോയിന്റില് സി എന്ന പോയിന്റില് ഫംഗ്ഷന്റെ വാല്യൂവിന് ഈക്വൽ ആവുകയും വേണം. ഇതാണ് കണ്ടിന്യൂറ്റി, വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ എന്താണ് ഇവിടെ ആദ്യം കേൾക്കുന്നതല്ല, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ആവണമെങ്കിൽ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? അപ്പൊ ഇതിന് നമുക്ക് ഒന്നിൽ ഇങ്ങനെ പറയാം, മറ്റൊരു ഫോമിലായിട്ട് ഇങ്ങനെ പറയാം. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? അവിടെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യമാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ലിമിറ്റ് ഇവിടെ എക്സിസ്റ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്, ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്, ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഇത് രണ്ട് ഈക്വൽ ആയി മാത്രമേ ഇത് എക്സിസ്റ്റ് ആവുള്ളൂ. ഇനി അത് ഏതിനും കൂടി ഈക്വൽ ആവണം? ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് വരണം. മനസ്സിലായല്ലോ? അപ്പൊ ഇത് വന്നാൽ എന്തായി? കണ്ടിന്യൂസ് ആയി. അപ്പൊ ഈ രണ്ട് കാര്യവും അറിഞ്ഞിരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ സി എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ സി എന്ന പോയിന്റിൽ ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് ആവുകയും വേണം. സി എന്ന പോയിന്റിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ ലിമിറ്റിന് ഈക്വൽ ആയിരിക്കുകയും വേണം, എങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ഇത് എക്സിസ്റ്റ് ആവണമെങ്കിൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആവുകയും വേണം. അതെന്താണ്? എഫ് ഓഫ് സിക്ക് ഈക്വൽ ആകുകയും ചെയ്ത ഫംഗ്ഷൻ എന്താണ്?
കണ്ടിന്യൂസ് ആണ്. മനസ്സിലാവുമല്ലോ? ഞാൻ രണ്ടായിട്ട് എഴുതുന്ന ഒരു കാര്യമുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ മാത്രം നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും, ചിലതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരില്ല, ലെഫ്റ്റ് റൈറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം എന്താണ് അവിടുത്തെ പ്രത്യേകത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രോബ്ലം ചെയ്തപ്പോൾ എവിടെ ലെഫ്റ്റ് റൈറ്റ് അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണ്ട എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതാണ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ വ്യക്തമായിട്ട് എഴുതുക. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് എഴുതി, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. സൈഡ് ഹെഡിങ് എഴുതുക കണ്ടിന്യൂറ്റി. എഴുതുക let y equal to f of x be a function of x and let c be any point in the domain of f. Then the function f is continuous at the point c if limit x tends to c f of x equal to f of c, or limit x tends to c minus f of x equal to limit x tends to c plus f of x equal to f of c. ഓക്കെ, അപ്പൊ ഇത്രയും ആ രീതിയിൽ തന്നെ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് ഇവിടെ നമ്മുടെ കണ്ടിന്യൂറ്റിയിലെ നോട്ട്സ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂറ്റി തീർന്നു. ഇതിന്റെ പ്രോബ്ലംസ് ആണ്. ഒരുപാട് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു പോയിന്റിൽ ചെക്ക് ചെയ്യാനുണ്ട്, ആൾ പോയിന്റ്സിൽ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓക്കെ, ഇത് മനസ്സിലായി കാണുമല്ലോ കണ്ടിന്യൂറ്റി. അപ്പൊ എന്താണ്, ഇതാണ് രണ്ട് ഫോം ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. രണ്ട് എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് കഴിഞ്ഞ വർഷം ലിമിറ്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ ഇത് പഠിച്ചതാണ്, ഇത് എക്സിസ്റ്റ് ആവുന്ന കാര്യം. പിന്നെ അതിനോട് ഈ ഒരു സംഭവം കൂടെ ഈക്വൽ ആയിട്ട് വരണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ കണ്ടിന്യൂറ്റി. ഓക്കെ, മറ്റേതെല്ലാം ലിമിറ്റ്സിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പോ അത് ഓക്കെ, നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ f of x equal to 5x minus 3 is continuous at x equal to 5. f of x equal to 5x minus 3 എന്ന് പറയുന്ന ഫംഗ്ഷൻ x equal to 5 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, നോക്കാം. f of x ഏതാണ്? f of x equal to 5x minus 3 അറ്റ് പോയിന്റ് ഏതാണ്? x equal to 5. അപ്പൊ ഈ ഫംഗ്ഷൻ x equal to 5 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ രണ്ട് ഫോമാണ് നമ്മൾ എഴുതിയത്. ഏതൊക്കെയാണ്? ലിമിറ്റ് x ടെൻഡ്സ് ടു c f of x equal to f of c എന്നും ലിമിറ്റ് x ടെൻഡ്സ് ടു c minus f of x equal to ലിമിറ്റ് x ടെൻഡ്സ് ടു c plus f of x equal to f of c എന്നും. അപ്പൊ രണ്ട് ഫോം എടുത്തു. അതിൽ ലെഫ്റ്റ് റൈറ്റും ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമുക്ക് ഇവിടെ ലെഫ്റ്റ് റൈറ്റും ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. ഇവിടെ ഫംഗ്ഷൻ x equal to 5 ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ 5നേക്കാൾ കൂടുകയാലും 5നേക്കാൾ കുറഞ്ഞാലും 5 ആയാലും ഫംഗ്ഷൻ ഇവിടെ ഒരെണ്ണല്ലേ ഉള്ളൂ. ഫംഗ്ഷൻ വേറെ വരുന്നില്ല, സ്പ്ലിറ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോ എന്താണ് ഇവിടെ ലെഫ്റ്റ് റൈറ്റും ചെയ്യേണ്ട കാര്യമുള്ളൂ. ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയത്, കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. f of x എന്ന ഫംഗ്ഷൻ ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ ഫോം അപ്ലൈ ചെയ്താൽ മതി, ലെഫ്റ്റ് റൈറ്റും ചെയ്യേണ്ട. ചില കണ്ടീഷനിൽ കഴിഞ്ഞ വർഷം ഞാൻ കാരണം പറഞ്ഞ് നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന പറയാം. ചില കണ്ടീഷനിൽ ഇങ്ങനെ ഫംഗ്ഷൻ വരാം, f of x equal to ഒരു പ്രത്യേക നമ്പറിൽ, ഇപ്പൊ 1 എന്ന് പറയുന്ന നമ്പറിൽ 1ന്റെ ലെസ് ആവുമ്പോൾ, ലെസ് ദാൻ 1 ആവുമ്പോൾ ഒരു ഫംഗ്ഷൻ, 1ന് ഈക്വൽ ആവുമ്പോൾ ഒരു ഫംഗ്ഷൻ, 1ന് ഗ്രേറ്റർ ആവുമ്പോൾ ഏതാണ് മറ്റൊരു ഫംഗ്ഷൻ. അങ്ങനെ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയും ചിലപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റും ചെയ്യേണ്ടി വരും. അത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏത് മതി, ആദ്യത്തെ ഫോം ചെയ്താൽ മതി. ഏതാ ആദ്യത്തെ ഫോം? ഏതാ അതിൽ LHS ഏതാ? ലിമിറ്റ് x ടെൻഡ്സ് ടു c f of x equal to f of c ആണ് വരുന്നത്. അപ്പൊ LHS എന്ന് പറയുമ്പോൾ ഏതാ? അവിടെ ലിമിറ്റ് x ടെൻഡ്സ് ടു c f of x ആണ് വേണ്ടത്. ഈക്വൽ ടു നമുക്ക് നോക്കാം, ലിമിറ്റ് x ടെൻഡ്സ് ടു, ഇവിടെ c എന്ന് പറയുന്ന പോയിന്റ് ഏതാ? 5 ആണ്. 5 f of x ഏതാ? 5x minus 3 ഈക്വൽ ടു, ഇതിന്റെ അർത്ഥം എന്താ? എക്സിന് 5 എന്ന വാല്യൂ അപ്ലൈ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഡയറക്റ്റ് വരുമ്പോൾ അത് തന്നെയാണ്. അപ്പൊ ഏതാണ്? 5 into 5 minus 3 എന്താണ്? 25 minus 3 that is equal to എന്ത് കിട്ടി? 22 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ലിമിറ്റ് കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഏതുകൂടെ വേണം? f of c എന്ന സംഭവം കൂടെ വേണം. അപ്പൊ അത് ഏതാണ്? f of c നോക്കാം.
ഇവിടെ എഫ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഏതാ? സി എന്ന് പറയുമ്പോൾ 5. എഫ് ഓഫ് 5 എന്ന് പറയുമ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വന്നിരിക്കുകയാണ്? 5. അപ്പൊ അവിടെ എക്സിന്റെ സ്ഥാനത്ത് 5 കൊടുക്കുക. ദാറ്റ് ഈസ് 5 into 5 minus 3. That is equal to 25 minus 3 equal to എന്താണ്? 22. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിട്ട് കിട്ടി? എഫ് ഓഫ് 5 ഈക്വൽ ആയിട്ട് കിട്ടി. അതല്ലേ നമ്മുടെ കണ്ടീഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടിയ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ സി എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 5. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇതാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. therefore f is എന്താണ്? കണ്ടിന്യൂസ്. ഏതല്ലേ? കണ്ടിന്യൂസ്. ഏതാണ്? at x equal to 5. അപ്പൊ എക്സ് 5 എന്ന് പറയുന്ന പോയിന്റില് ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. മനസ്സിലായല്ലോ? എളുപ്പമല്ലേ? സിമ്പിൾ ആണ്. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഒന്ന് പോസ്റ്റ് തിരിച്ച് എഴുതിയെടുക്കുക. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ. ചെക്ക് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, എക്സ് സ്ക്വയർ പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 at x equal to 2. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ നേരത്തെ വ്യത്യസ്തമാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് എക്സ് ഈക്വൽ ടു 2, പ്രത്യേകിച്ച് പോയിന്റ് തന്നിട്ടുണ്ട്. ഏത് പോയിന്റിലാണ്? 2 എന്ന പോയിന്റിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഏത് ഫംഗ്ഷനിലാണ്? എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് മൈനസ് 3 ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ ഇവിടെ രണ്ടായിട്ട് വരുന്നില്ലേ? ഫംഗ്ഷൻ രണ്ടായിട്ട് വന്നിട്ടില്ലേ? അപ്പൊ രണ്ട് കണ്ടീഷനിൽ വരുന്നിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലെഫ്റ്റ് റൈറ്റ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയിട്ട് പറഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏതാണ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു? അത് ഏതാണ് ചിലപ്പോൾ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാണേണ്ട പോയിന്റ് ഏതാണ്? 2 ആണ് അല്ലെ? ആ 2 എന്ന പോയിന്റിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ പോയിന്റിലാണോ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയിട്ടുള്ളത് നോക്കുക അല്ലെ? 2-ലല്ലേ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2-ൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2-ന് ഈക്വൽ ആണ്, 2-നേക്കാൾ ലെസർ ആണ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഈ ഫംഗ്ഷൻ ആണ്. ഇത് 2-നേക്കാൾ ഗ്രേറ്റർ ആകുമ്പോഴതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2-നേക്കാൾ ലെസർ എന്ന് പറയുമ്പോൾ വലിയ വലിയ അകലെയുള്ള ഒരു നമ്പർ ഒന്നും അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് കഴിഞ്ഞ വർഷം വ്യക്തമായിട്ട് പഠിച്ച കാര്യം. അപ്പോൾ എന്താണ് ഈ 2 എന്ന് പറയുന്നത് ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ ലെസർ എന്ന് പറയുമ്പോൾ 2-നോട് അടുത്തിരിക്കുന്ന വാല്യൂ ആണ്. നമുക്ക് തോന്നും അത് 2 ആണെന്ന്, പക്ഷെ എന്താണ് 2-നോട് അടുത്ത വാല്യൂ. അതാണ് ഏത്? 1.99999 ഈ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് 2-നേക്കാൾ ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 2-ന് തൊട്ടടുത്തിരിക്കുന്ന പോയിന്റ് ആണ്. അത് ഏതാണ്? 2.00000000001 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത് 2 ആണോ എന്ന് കേട്ടാൽ 2 അല്ല, എന്നാൽ 2 അല്ലേന്ന് കേട്ടാൽ 2 ഏതാണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത് 2-ൽ പിരിഞ്ഞിരിക്കുമ്പോൾ ഇവിടെയും 2-ആയിട്ട് ബന്ധമുണ്ട്, ഇതും 2-ആയിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് കാണേണ്ട പോയിന്റിലാണ് ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റും ചെയ്തേ പറ്റും. മനസ്സിലാവുമല്ലോ? മനസ്സിലാവുമല്ലോ? ഓക്കെ, അതുകൊണ്ട് ഇത് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് 5-ലാണ് ചോദിക്കുന്നത്. at x equal to 5 ആണ്. at x equal to 5 എന്ന് പറയുമ്പോ 5 എന്ന് പറഞ്ഞാൽ 2-നേക്കാൾ ഗ്രേറ്റർ അല്ലേ? അല്ലെ? അപ്പോൾ ഇവിടെ മാത്രമേ വരുള്ളൂ. ഇതിൽ വരുമോ? ഇല്ല. അപ്പൊ അത് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ അവിടെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാണേണ്ട പോയിന്റിലാണോ സ്പ്ലിറ്റ് ആയിട്ടുള്ളത് എങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ചെയ്താൽ മതി. കാണേണ്ട പോയിന്റിലല്ല, മറ്റൊരു പോയിന്റിലാണ് സ്പ്ലിറ്റ് ആയിരിക്കുന്നതെങ്കിൽ ആ ഏത് പോയിന്റിലാണ് കാണേണ്ടത് അത് എവിടെ വരുന്നു നോക്കുക. ഏതെങ്കിലും ഒരിടത്തെ വരുള്ളൂ എന്തായാലും. അപ്പൊ ആ ഫംഗ്ഷൻ മാത്രം എടുത്ത് നേരത്തെ ചെയ്ത പോലെ ഡയറക്ഷൻ ചെയ്യാൻ പറ്റും. മനസ്സിലാവുമല്ലോ? ശരി, അപ്പോൾ നമുക്കിവിടെ കാണേണ്ട പോയിന്റിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം. ലിമിറ്റ് c minus f of x equal to ലിമിറ്റ് x ടെൻഡ്സ് ടു c ഏതാ? 2 ആണ്. 2 minus f of x. ഇവിടെ എന്തായി 2 minus f of x എന്ന് പറഞ്ഞാൽ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതെന്ന് അർത്ഥമാക്കുന്നത് എക്സിന്റെ വില 2-നേക്കാൾ ലെസർ ആകുമ്പോഴുള്ള ഫംഗ്ഷൻ ഏതാണോ ഇവിടെ f of x എന്ന് പറഞ്ഞാൽ ഇതാണ് f of x.
എഫ് ഓഫ് എക്സ് രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ ഏതെടുക്കും നമ്മളവിടെ? അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഏതാണ്? എക്സിന്റെ വില 2നേക്കാൾ ലെസർ. ഈ -2 മൈനസ് എന്ന് പറയുന്നത് എന്താണ്? -2 എന്നല്ല അർത്ഥം. അതാണ് 2നേക്കാൾ കുറവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മൈനസ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? 2നേക്കാൾ കുറവാകുമ്പോൾ എഫ് ഓഫ് എക്സ്. അപ്പൊ ഇത് എഫ് ഓഫ് എക്സ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് 2നേക്കാൾ കുറവാകുമ്പോഴതും ഒന്ന് 2നേക്കാൾ കൂടുതലാകുമ്പോഴും. അപ്പൊ ഇത് കുറവും ഈക്വലും കൂടെ ആകുമ്പോഴാണ്. എന്നാൽ ഇത് 2നേക്കാൾ കൂടുതലാകുമ്പോൾ. അപ്പൊ ഇവിടെ പറയുന്നത് ഏതാണ്? 2നേക്കാൾ കുറവാകുമ്പോൾ എഫ് ഓഫ് എക്സിൽ എക്സിന് ഏത് കൊടുക്കണം? 2 മൈനസ് അല്ല കൊടുക്കേണ്ടത്, 2 തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ലിമിറ്റിംഗ് വാല്യൂ പോയിന്റ് ഏതാണ്? 2 ആണ്. അപ്പൊ ആ 2 ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എക്സിന്റെ വില 2നേക്കാൾ ലെസർ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഏതാണോ ആ എഫ് ഓഫ് എക്സിൽ എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കുക? 2 കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കുക? 2 കൊടുക്കുക. അവിടെ 2 മൈനസ് ഇടേണ്ട കാര്യമില്ല. എപ്പോൾ മൈനസ് ഇടേണ്ട കാര്യമില്ല? എഫ് ഓഫ് എക്സ് 2നേക്കാൾ കുറവാകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ വീണ്ടും കുറവെന്ന് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോ എക്സ് ടെൻസ് ടു 2. എഫ് ഓഫ് എക്സ് ഏതാ? 2നേക്കാൾ കുറവാകുമ്പോൾ ഏതാണ്? എക്സ് ക്യൂബ് മൈനസ് 3. അങ്ങനെ ഈക്വൽ ടു എന്താണ്? 2 ക്യൂബ് മൈനസ് 3. 2 ക്യൂബ് ഏതാണ്? 8 ആണ്. മൈനസ് 3 നമുക്ക് എന്ത് കിട്ടിയത്? 5 എന്ന് കിട്ടി. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി അടുത്ത് നമുക്ക് ഏതാ വേണ്ടേ? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അത് ഏതാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് വേണ്ടത്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇവിടെ ഏതാണ്? 2 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? എക്സിന്റെ വില 2നേക്കാൾ കൂടുതലാകുന്ന എഫ് ഓഫ് എക്സ് ഏതാണോ ആ എഫ് ഓഫ് എക്സിൽ എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പൊ എക്സിന് ഏതാ കൊടുക്കണ്ടേ? എക്സ് ടെൻസ് ഏതാണ്? 2 ആണ്. 2 കൊടുക്കണം. എപ്പോൾ? എക്സിന്റെ വില 2നേക്കാൾ കൂടുതലാകുമ്പോൾ എഫ് ഓഫ് എക്സ് കൂടുതൽ ഇതല്ലേ കാണിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1. അങ്ങനെ എക്സിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് 4 പ്ലസ് 1 എന്ത് കിട്ടിയത്? 5 എന്ന് കിട്ടി. അപ്പോൾ അതും കിട്ടി 5. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടി. ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ അടുത്തലോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ തന്നെ നോട്ട് ഈക്വൽ ആയതുകൊണ്ട് ഡിസ്കണ്ടിന്യൂസ് എഴുതാം. ഇത് രണ്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തലോട്ട് പോവാം. അടുത്ത ഏതാണ് വേണ്ടത്? എഫ് ഓഫ് സി ആണ് വേണ്ടത്. എഫ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഏതാ വേണ്ടേ? ഇവിടെ സി എന്ന് പറയുമ്പോൾ ഏതാണ്? 2 അല്ലേ? എഫ് ഓഫ് 2 ആണ് വേണ്ടത്. എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? എക്സ് ഈക്വൽ ടു 2 എന്നല്ലേ? എക്സ് ഈക്വൽ ടു 2 കിടക്കുന്ന ഇവിടെ ഈക്വൽ ടു കിടക്കുന്ന ആ ഫംഗ്ഷനിൽ കൊടുക്കുക. അപ്പൊ ഏതാണ്? 2 ക്യൂബ് മൈനസ് 3. അപ്പോ എഫ് ഓഫ് ഈക്വൽ ടു ഏതാണ്? 2 ക്യൂബ് മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 3 എന്ത് കിട്ടി? 5. അപ്പോൾ അതും എന്ത് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടി. കിട്ടിയല്ലോ? കിട്ടിയെങ്കിൽ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? ഓക്കെ, ലാസ്റ്റ് എന്ത് എഴുതാം? ലിമിറ്റ് ഇപ്പൊ നമുക്ക് കിട്ടിയാൽ വേണ്ടിയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് 2ഉം ഈക്വൽ ആയിട്ട് കിട്ടി. Therefore നമ്മൾ എന്ത് പറയാണ്? എഫ് ഈസ് കണ്ടിന്യൂസ് at x equal to 2. മനസ്സിലായോ? അപ്പോൾ കാണേണ്ട പോയിന്റ് 2 ആണ്. 2 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആയതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും ചെയ്യണം. ലെഫ്റ്റ് ചെയ്തു 5 കിട്ടി, റൈറ്റ് ചെയ്തു 5 കിട്ടി. അത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് മാത്രം അടുത്തോട്ട് പോയാൽ മതി. ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണെങ്കിൽ അടുത്തത് പോകണ്ട. 3 ഈക്വൽ ആയാലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആയാലും പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അടുത്തത് ചെയ്തു, അതും 5 കിട്ടി. അപ്പൊ എന്താണ്? അങ്ങനെ 3 ഈക്വൽ ആണെന്ന് എഴുതി കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. മനസ്സിലായല്ലോ? അഥവാ ഇത് രണ്ടും നോട്ട് ഈക്വൽ ആണെങ്കിൽ അത് ഫംഗ്ഷൻ ലിമിറ്റ് എക്സിസ്റ്റ് അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി ഇത് രണ്ട് ഈക്വൽ ആയിട്ട് കിട്ടി, ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂസ് ആണ്. മനസ്സിലാവുമല്ലോ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലോണം ശ്രദ്ധിച്ചിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, check the continuity of the function f of x equal to x raised to 10 minus 1 if x is less than or equal to 1, x square if x is greater than 1 at x equal to 1. So ഈ ഫംഗ്ഷൻ x equal to 1 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പോയിന്റ് ഏതാ? x equal to 1 അല്ലെ? ആ പോയിന്റിൽ 1ലാണ് ചെക്ക് ചെയ്യേണ്ടത്. 1ലാണ് സ്പ്ലിറ്റ് ആയിരിക്കുന്നതും ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ ചെയ്യണം അല്ലെ? അപ്പൊ നോക്കാം. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് എന്നാണ് പറഞ്ഞ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാ പോയിന്റ്?
1 ആണ്, 1 മൈനസ് എഫ് ഓഫ് എക്സ് ആണ്, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അല്ലേ? എന്താ പറഞ്ഞു? എക്സിന്റെ വില ഒന്നിനേക്കാൾ ലെസറാകുമ്പോഴുള്ള ഫംഗ്ഷനിൽ എക്സിന് 1 കൊടുക്കുക. അപ്പോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് മാറി 1. എപ്പോൾ എഫ് ഓഫ് എക്സ് ഏതാണ് തിരിച്ച് ഏതാണ് ഒന്നിനേക്കാൾ ലെസർ കാണിക്കുന്ന ഏതാണ്? എക്സ് റൈസ് ടു 10 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റൈസ് ടു 10 മൈനസ് 1 ഈക്വൽ ടു 1 മൈനസ് 1 എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അടുത്തത് ഏതാണ്? റൈറ്റ് ചെയ്യാൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. എക്സിന്റെ വില ഒന്നിനേക്കാൾ ഗ്രേറ്റർ ആകുമ്പോൾ ഏതാണ്? എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ. ഈക്വൽ ടു ഏതാ? എക്സിന് 1 കൊടുക്കുമ്പോൾ ഏതാണ്? 1 സ്ക്വയർ എന്ത് കിട്ടി? 1. ഇനിയിപ്പോ നോക്ക്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കിട്ടി, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കിട്ടി. രണ്ടും ഈക്വൽ ആണോ? ഈക്വൽ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഈക്വൽ ആണെങ്കിൽ മാത്രം അടുത്തതിലോട്ട് പോയാൽ മതി, ഈക്വൽ അല്ലെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് അല്ലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം therefore ഏതാണ്? എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. ഏതാണ്? ഡിസ്കണ്ടിന്യൂസ് at x equal to 1. ഓക്കെ, ഇതാണ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായാലോ? കണ്ടിന്യൂസ് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സിംഗിൾ ഫംഗ്ഷൻ ആകുമ്പോൾ ചെയ്തു, ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആകുമ്പോൾ ചെയ്തു, കണ്ടിന്യൂസ് ചെയ്തു അല്ലെ? ഇത് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ ഇങ്ങനെ വന്നിട്ട് സ്പ്ലിറ്റ് ആയി വന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് ചെയ്യാത്തൊരു പ്രോബ്ലം കൂടി വരും എന്ന് പറഞ്ഞില്ലേ? ചിലയിടത്തൊക്കെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള കാര്യം നമുക്ക് ഇതൊക്കെ തീരും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാവുമല്ലോ? ശരി, മനസ്സിലാക്കി എഴുതി. Is the function f defined by f of x equal to x if x is less than or equal to 1, 5 if x is greater than 1, continuous at x equal to 0, at x equal to 1, at x equal to 2. അപ്പൊ x equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകുമോ? x equal to 1 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകുമോ? x equal to 2 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആകുമോ എന്നാണ് ചോദ്യം. നമുക്ക് 3 ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. ഇത് ആദ്യം at x equal to 0. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റു കാര്യങ്ങൾ പറഞ്ഞ എല്ലാം കൂടെ ഒരുമിച്ച് ഇതിൽ വരുന്നുണ്ട്. നോക്കാം. ആദ്യം കാണുന്ന x equal to 0 ഫംഗ്ഷൻ എന്തായാലും f of x ആണ്. f of x രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ചില സമയത്ത് ലെഫ്റ്റ് ഹാൻഡിന് റൈറ്റ് ഹാൻഡ് ചെയ്യണം, ചില സമയത്ത് ചെയ്യണ്ട. ആ ചില സമയം എന്ന് പറയുന്നത് ഏതാണ്? 1ലാണ്. ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 1ലാണ്. ആ പോയിന്റ് വരണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് റൈറ്റും ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഇപ്പൊ ഏതാ നമുക്ക് കാണേണ്ടത്? 0ലാണ്. 0 എന്ന് പറയുമ്പോൾ അത് 1നേക്കാൾ ഗ്രേറ്റർ ആണോ ലെസർ ആണോ? ലെസർ ആണ്. അപ്പോ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ വരുള്ളൂ. ഈ കണ്ടീഷനുകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്? 0 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് ഇവിടുത്തെ f of x? ഏത് മാത്രമേ ഉള്ളൂ? x. അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ at x equal to 0 വരുമ്പോൾ ഏതാണ്? f of x equal to ഏതാണ്? x. നമുക്ക് ആവശ്യമുള്ള എടുത്തു കഴിഞ്ഞു. ഇനി അതിലോട്ട് നോക്കേണ്ട കാര്യമില്ല. ഈ കണ്ടീഷനിൽ f of x ഏതാണ്? x. ഇതിന് ഡയറക്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അതിലേക്ക് ചെയ്യാം. അപ്പൊ ഏതാണ്? ലിമിറ്റ് x ടെൻഡ്സ് ടു c f of x ആണ് വേണ്ടത്. ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് c എന്ന് പറഞ്ഞാൽ 0 ആണ്. f of x ഏതാണ്? x ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? x ന് 0 കൊടുത്തപ്പോൾ 0 എന്ന് കിട്ടി. ഇനി നമുക്ക് f of c വേണം. f of c എന്ന് പറയുമ്പോൾ ഏതാണ്? f of x എന്ന് പറയുമ്പോൾ x. f of c എന്ന് പറയുമ്പോൾ ഇവിടെ c എന്ന പോയിന്റ് ഏതാണ്? 0 ആണ്. ഓക്കെ, അപ്പൊ f of 0 ആണ്. f of 0 എന്ന് പറയുമ്പോൾ x is equal to 0, then answer 0. അങ്ങനെ രണ്ട് ഈക്വൽ ആയില്ലേ? ഈക്വൽ ആയി. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ലിമിറ്റ് x ടെൻഡ്സ് ടു 0 f of x എന്ന് പറയുന്നത് f of 0 ഈക്വൽ ആയി. therefore f is ഏതാണ്? കണ്ടിന്യൂസ്. ഏതാണ്? at x equal to 0. അപ്പൊ ഒന്നാണ് പോയിന്റ്. ഒരു ക്വസ്റ്റ്യൻ 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. സ്പ്ലിറ്റ് ആയെന്ന് പറഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് ചെയ്യാൻ നിൽക്കണ്ട. കാണേണ്ട പോയിന്റ് നോക്കാം. പോയിന്റിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ
അല്ലാത്ത പോയിന്റ് ആണ് പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു കേസിലേ വരുള്ളത്. അപ്പൊ അതെടുത്ത് ചെയ്യാം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? x ഈക്വൽ ടു 1 ആണ് അല്ലെ? അറ്റ് x ഈക്വൽ ടു 1 ആണ്. അറ്റ് x ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇവിടെയാണ്. 1 എന്ന് പറയുന്ന പോയിന്റിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ 1-ന് അവിടെയും റിലേഷൻ ഉണ്ട്, ഇവിടെയും റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു എഫ് ഓഫ് എക്സ് മാത്രമായിട്ട് എഴുതാൻ പറ്റില്ല, രണ്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, ലെഫ്റ്റ് റൈറ്റും ചെയ്തേ പറ്റൂ. അപ്പൊ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് നോക്കാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ്, ഇവിടെ 1 മൈനസ് എഫ് ഓഫ് എക്സ്, സി എന്ന് പറയുമ്പോൾ കൊണ്ടാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അല്ലെ? നേരത്തെ പറഞ്ഞു മൈനസ് മാറും, പകരം ഫംഗ്ഷനും മാറും. ഏതാണ് ലെഫ്റ്റ് കാണിക്കുമ്പോൾ ഏതാണ്? എക്സ് ആണ്. അപ്പൊ ആൻസർ 1. ഇനി നമുക്ക് ഏതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? ആൻസർ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് വേണ്ടത്. ഈക്വൽ ടു ഏതാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് വേണ്ടത്. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് വരുമ്പോൾ എക്സിന്റെ വില 1-നേക്കാൾ കൂടുതൽ കാണിക്കുന്ന ഇവിടെയാണ്. അപ്പൊ ഫംഗ്ഷൻ ഏതാ? 5 ആണ്. 5 ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് നോക്കാം, എക്സിന് 1 കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. എക്സ് ഉണ്ടെങ്കിൽ 1 കൊടുക്കുക, ഇല്ലെങ്കിൽ ഉള്ളത് മാത്രം എഴുതുക. അതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ പ്രത്യേകത. അപ്പൊ ഏതാണ് ആൻസർ? 5. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചെയ്യേണ്ട കാര്യമില്ല, എഫ് ഓഫ് 1 നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇത് രണ്ടും തന്നെ ഈക്വൽ അല്ലാത്ത സ്ഥിതിക്ക് ഇനി അടുത്തോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പൊ ഏതാണ്? അപ്പൊ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. അതുകൊണ്ട് നമുക്ക് പറയാം therefore f is discontinuous. At x equal to 1. ഓക്കെ, അപ്പൊ അതും ഓക്കെ ആയി. ഒന്നെന്ന പോയിന്റിൽ ചെക്ക് ചെയ്തു. ഇനി ഏത് പോയിന്റ് ആവുള്ളത്? x equal to 2. അപ്പൊ അതേതാണ് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതേതാണ്? at x equal to 2 ആണ്. ഏതാണ്? x equal to 2 വരുമ്പോൾ നോക്കുക, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. ആ 2 എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമേ 1-നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പൊ അത് ഏതിൽ മാത്രമേ വരുള്ളൂ? ഇവിടെ മാത്രമേ വരുള്ളൂ, ഈ കേസിൽ മാത്രമേ വരുള്ളൂ. അപ്പോഴാണ് ഇതേപോലെ ഫംഗ്ഷൻ എടുത്ത് ചെയ്താൽ മതി. ഏതാണ് x equal to 2 വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഏതാണ്? 5 ആണ് അല്ലെ? ഇനി നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ മതി, ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഏതാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ആണ് വേണ്ടത്. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 5. എഫ് ഓഫ് എക്സ് ഏതാ? സോറി, സി എന്ന് പറയുമ്പോൾ 2 ആണ്. എഫ് ഓഫ് എക്സ് ആണ് ഇത് 5. ഇവിടെ എക്സിന് 2 കൊടുക്കാനാണ്, എക്സ് ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് എഴുതിയാൽ മതി. ഏതാണ്? 5. അടുത്ത് നമുക്ക് നോക്കാം, എഫ് ഓഫ് 2 ആണ്. എഫ് ഓഫ് സി എന്ന് പറയുമ്പോൾ ഏതാ? എഫ് ഓഫ് 2 ആണ്. അവിടെ ഏതാണ്? അവിടെയും എക്സിന് 2 കൊടുക്കുമ്പോൾ എന്തേലും ആൻസർ 5 തന്നെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിട്ട് കിട്ടി? എഫ് ഓഫ് 2 ഈക്വൽ ആയിട്ട് കിട്ടി. therefore f is continuous at x equal to ഇത്രയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യുന്ന കേസുണ്ട്, ലെഫ്റ്റ് റൈറ്റ് ചെയ്യാത്ത കേസുണ്ട്. ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ചെയ്തു. ഇത് രണ്ട് കേസും സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലാത്തത് കൊണ്ട് രണ്ടും സെപ്പറേറ്റ് ഫംഗ്ഷനാണ്. എന്താണ് ലെഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ലെഫ്റ്റ് റൈറ്റ് ചെയ്യേണ്ട ഡയറക്റ്റ് ചെയ്താൽ മതി, അതും ഡയറക്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ പോയിന്റ് 1 ആണ്, അതിലാണ് സ്പ്ലിറ്റ് ചെയ്തത് 1. അവിടെയും ബന്ധമുണ്ട്, ഇവിടെയും ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ലെഫ്റ്റ് റൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ടോപ്പിക് ഇതിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് നല്ലവണ്ണം എഴുതിയിട്ട് ആദ്യം ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലവണ്ണം ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഹോംവർക്ക് കൂടെ തരാറുണ്ട്. ഇത്രയും നല്ലവണ്ണം ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ പോയിന്റിൽ വരുമ്പോൾ ഇതിലേതെങ്കിലും ഒരു അൺനോൺ വെച്ചുകൊണ്ട് വേര് കാണാനായിട്ട് ചോദിക്കും. അപ്പൊ അതും കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് നല്ലവണ്ണം ക്ലിയർ ആയാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു പർട്ടിക്കുലർ കേസിൽ അല്ലാതെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് നല്ലോണം നോക്കി നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും നല്ലോണം നോക്കുക. ഒരു പർട്ടിക്കുലർ പോയിന്റുള്ള സൊല്യൂഷനാണ് നമ്മൾ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഇനി അതിന്റെ ഹോംവർക്ക് കൂടെ തരുന്നതായിരിക്കും. നിങ്ങൾ അത് നല്ലോണം ചെയ്ത് നോക്കിയാലേ നമുക്ക് ആൾ പോയിന്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.